ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഈ പേജ് ഓപ്പൺ ചെയ്ത് വരും. പക്ഷേ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ സ്ക്രീന് ഫിറ്റായിട്ട് വരുന്നില്ല. ഇത് കുറച്ച് പകുതിയായിട്ടാണ് വരുന്നത്. ഇത് ബൂട്ട്സ്ട്രാപ്പിലുള്ള കോളം റോ എന്ന കോളം കൺസെപ്റ്റിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ഒരു ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഫുൾ സ്ക്രീൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്താം എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വന്ന് ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ഓക്കെ റോ എന്നിവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ റോ എന്നുള്ളത് ഓക്കെ കോളം പോസ്റ്റ് MD ഓക്കെ. ഇപ്പോൾ ഇവിടെ വന്ന് ഈ റോം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒഴിവാക്കാം. ഇത് ജസ്റ്റ് റോ എന്ന് മാത്രമാക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൽ 12 എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ആ ടാഗ് മാത്രമാക്കിയിട്ട് നമുക്ക് വരുത്താം. ജസ്റ്റ് ഒന്ന് നമുക്ക് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്കിത് പകുതി ഇത്രയും വലുപ്പത്തിലായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്കിത് ഫുൾ സ്ക്രീനായിട്ട് വരണം. അതായത് ഇതിൻ്റെയൊക്കെ എത്രയാണോ വലുപ്പം വരുന്നത് അതേ രൂപത്തിലേക്ക് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ ഒരു കോളം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വന്നൊരു ഡിവ് ക്രിയേറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓക്കെ. അപ്പോൾ ഒരു ഡിവ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. ഡിവിൻ്റെ പേര് ഡിവിൻ്റെ ക്ലാസ് നെയിം നമുക്ക് എന്ത് ചെയ്യാം, കോൾ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 12 കൊടുക്കാം. അതായത് ഫുൾ സ്ക്രീനായിട്ട് സെറ്റ് ചെയ്യാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആർട്ടിക്കിൾ എന്നുള്ള വരെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് മാറ്റാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിവോടെ വെച്ച് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ എന്നുള്ള വരെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഒരു പേജിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യുന്നുണ്ട്, സ്ക്രീനിൻ്റെ ഫുള്ളായിട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അഡീഷനായിട്ട് ഒരു ഡിവ് കൂടി ക്രിയേറ്റ് ചെയ്തു. ആ ഡിവിൻ്റെ പേര് കോൾ 12 എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ ആർട്ടിക്കിളിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ക്ലാസ്സുകളൊക്കെ ഒഴിവാക്കി അത് നമുക്ക് എന്ത് ചെയ്തു, ഇത്രയും ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ താഴെ 2 ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ഒന്നാമത്തെ ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് എഡിറ്റ് എന്നും രണ്ടാമത്തെ ബട്ടൺ എന്നുള്ളത് ഡിലീറ്റും. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ റോ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്തു, ഒരു ഡിവ് ഇട്ടു. ഡിവ് റോ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു കോളം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡിവ് എന്നിട്ടതിന് ശേഷം കോൾ, അതിനുശേഷം നമുക്ക് 6 എന്നിട്ടു. 2 കോളംസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ 2 കോപ്പി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. ആദ്യത്തേത് 2 6 ആയിട്ട് കൊടുത്തു. ഒന്നാമത്തേൽ നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ബട്ടണിൻ്റെ ക്ലാസ് നെയിം നമുക്ക് എഡിറ്റ് ആയതുകൊണ്ട് നമുക്കത് ഗ്രീൻ കളർ വരാൻ BTN എന്നിട്ടതിന് ശേഷം നമുക്ക് സക്സസ് എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് എഡിറ്റ് എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്ത് നമുക്ക് ഡിലീറ്റിൻ്റെ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലെ ടെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലൊരു ക്ലാസ് കൂടി ചേർത്ത് കൊടുക്കാം. BTN ഡാഷ് റെഡ് കളറിൽ വരാൻ നമ്മളിവിടെ വന്ന് ഡേഞ്ചർ എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിലീറ്റിൻ്റെ ഒരു ബട്ടണും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഇത് രണ്ടും ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വരേണ്ടത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ സെലക്ട് ചെയ്ത പോസ്റ്റ് എന്താണോ അത് നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് പോകണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നൊരു ഫോം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ബട്ടണിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യേണ്ട രൂപത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു പോസ്റ്റിലൊരു ഫോം ക്രിയേറ്റ് ചെയ്തു. ഫോം ഏത് പേജിലേക്കാണോ പോകേണ്ടത് അതൊന്നും നമ്മളിവിടെ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒരു ഫോം മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് പേജിലേക്കാണോ പോകേണ്ടത് ആ പേജിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാം. ജസ്റ്റ് ഈ ബട്ടണ് ഈ ഫോമിൻ്റെ ഉള്ളിലേക്കായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്ന് ആ ബട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഫോമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു URL വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ബ്രാക്കറ്റ് ഇട്ടു, % ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് URL അതിൽ ക്ലിക്ക് ചെയ്താൽ ഏത്
പേജിലേക്കാണോ പോകേണ്ടത് ആ പേജിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. ഡിലീറ്റ് എന്നും ചേർത്ത് കൊടുത്തു. അതൊരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഡിലീറ്റ് എന്നുള്ളൊരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിത് കറക്റ്റായിട്ട് ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് പോസ്റ്റ് എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഐ ഡി എന്നും ചേർത്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യാണ്, ആ $സൈൻ അവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ അത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, HTML ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ ഒരു എറർ വരുന്നുണ്ട്. കാരണം നമ്മൾ ഡിലീറ്റ് എന്നുള്ള അത് URL ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്കിവിടെ എറർ വരുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നേരെ URLിലേക്ക് പോവാം. ഓക്കെ, URL ഇവിടെ ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. പാത്ത് എന്ന് ചേർത്തു. അതിനുശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ URLൻ്റെ പേര് കൊടുത്തു. ഒരു സ്ലാഷ് ഇടുക. എന്നിട്ട് ഇൻറ്റ് അതിനുശേഷം കോളൻ ഇട്ടു, ID ഇട്ടു. അതായത് ID ബേസ്ഡ് ആണ് നമ്മളിതിൽ തിരയുന്നത്. അതിനുശേഷം നമുക്കിവിടെ വന്ന് വ്യൂസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് ഡിലീറ്റ് എന്ന് ചേർത്തു. കാരണം ഇപ്പോൾ ഇവിടെ കാണിക്കില്ല, കാരണം നമ്മൾ ഡിലീറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ നെയിം എന്നുള്ളത് നമ്മളിവിടെ വന്ന് ഡിലീറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഈ നെയിമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ യൂസ് ചെയ്യുന്ന നെയിം എന്ന് ഇവിടെ കൊടുത്ത നെയിം എന്ന് പറയുന്നത് നമ്മൾ URLിൽ ഇവിടെ കൊടുത്ത നെയിമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ വ്യൂ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്യാണ്, എൻ്റർ അടിച്ചു. ഇവിടെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. ഡിലീറ്റ് എന്നുള്ള മെത്തേഡാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് 2 പാരാമീറ്ററാണ് ആഡ് ചെയ്യുന്നത്. ഒന്ന് റിക്വസ്റ്റ് എന്നും ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ID എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് പോസ്റ്റ് എന്നുള്ള വേരിയബിളിലേക്ക് നമ്മൾ ഏത് ID ആണോ സെർച്ച് ചെയ്തത് അത് എന്ത് ചെയ്യണം, അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഒബ്ജക്റ്റ് ഡോട്ട് അതിനുശേഷം ഗെറ്റ് അതിനുശേഷം നമ്മളിവിടെ വന്ന് ID ID എന്ന് ചേർത്തു. അപ്പോൾ ഏതാണോ നമ്മൾ അവിടെ നിന്ന് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്തെടുക്കുന്നത് ആ ID എന്ത് ചെയ്യും, നമുക്ക് പോസ്റ്റ് എന്നുള്ള വേരിയബിളിലേക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ആൻസർ നമുക്കിവിടെ വർക്ക് ചെയ്യേണ്ടത്. അതായത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അത് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ CSRF ടോക്കൺ കൊടുക്കാത്തതുകൊണ്ടാണ് ഇവിടെ എറർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആ CSRF ടോക്കൺ കൂടി കൊടുക്കാം. അതല്ലെങ്കിൽ അവിടെ എറർ വരും. അപ്പോൾ ഒരു % ഇട്ടു. അതിനുശേഷം CSRF ടോക്കൺ എന്നും ചേർത്തു. CSRF_ ടോക്കൺ. അതിനുശേഷം അതിവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ ഈ കിട്ടുന്ന ID നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ID ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈഫ് എന്ന് എഴുതുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് റിക്വസ്റ്റ് അതിനുശേഷം നമുക്കിവിടെ വന്ന് സാധാരണ നമ്മൾ മുകളിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഈഫ് ഇടുക. എന്നിട്ട് റിക്വസ്റ്റ് എന്ന് എഴുതുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡോട്ട് മെത്തേഡ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈക്വൽ ടു പോസ്റ്റ് എന്നുള്ള ആ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ പോസ്റ്റ് എന്നുള്ള ഡാറ്റ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ വന്ന് ഡിലീറ്റ് എന്ന് ചേർത്ത് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് വീണ്ടും ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് റിട്ടേൺ എന്ന് എഴുതി റിട്ടേൺ. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് റീഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് റീഡയറക്റ്റ് സെലക്ട് ചെയ്തു. ഇനി ഹോം പേജിലേക്കാണ് നമുക്ക് റീഡയറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ വന്ന് ജസ്റ്റ് ഹോം എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും കാര്യം ചെയ്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി റീലോഡ് ചെയ്യാം. എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, ആ പോസ്റ്റ് ഇപ്പോൾ നമ്മളതിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എഗെയിൻ ഇത് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തു. അതായത് C എന്നുള്ള പ്രോഗ്രാം എഴുതിയത് നമ്മളിവിടുന്ന് സെലക്ട് ചെയ്തു. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ പോസ്റ്റ് നിന്ന് ഡിലീറ്റായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ ഡിലീറ്റ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഈ ബ്ലോഗിൽ വർക്ക് ചെയ്യുന്നുള്ളതും ഡിലീറ്റ് എങ്ങനെ നമുക്കിതിൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് എന്നുള്ളത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നൊരു ബട്ടണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ആ ബട്ടൺ ഒരു ഫോമിൻ്റെ ഉള്ളിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇതിനൊരു URL ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് വ്യൂവിൽ പോയിട്ട് ആ ഡിലീറ്റ് ചെയ്യേണ്ട കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.